അപ്പോൾ ഇനിയൊരു മാസം കൂടി ഞാൻ തായ്ലാൻഡിൽ ഉണ്ടാവുള്ളൂ. ഏകദേശം 6 വർഷത്തോളം ഞാൻ തായ്ലാൻഡിൽ ഇവിടെ ജോലി ചെയ്യുന്നു. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡിപ്ലോമയുണ്ട്. ആ ഒരു ഡിപ്ലോമ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ ജോലി കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരു എഞ്ചിനീയറിങ് പഠിക്കാത്തതിൻ്റെ വിഷമം ചില സമയത്തൊക്കെ എന്തായാലും തോന്നാറുണ്ടായിരുന്നു. എന്തായാലും ബിടെക് പഠിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ. ഭയങ്കര ഒരു സങ്കടമാണ് എനിക്ക് എൻ്റെ വണ്ടി കൊടുക്കുന്നതിൽ. കാരണം ഇത് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നാട്ടിൽ കൊണ്ടുപോകായിരുന്നു. 6 വർഷത്തെ ഇവിടുത്തെ ഒരു ജേർണിയിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ഷോറൂമിലൊക്കെ ഞാൻ പോയിട്ട് ഒരുപാട് ബൈക്കുകൾ ഓടിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ഒരുപാട് വണ്ടികൾ ഞാനിവിടെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗ്യമൊന്നും നമുക്കിനി നമ്മുടെ നാട്ടിൽ പോയാൽ കിട്ടണമെന്നില്ല. സോ ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളത്തിന് ശേഷമാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും, അതായത് നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും. അതായത് ഞാൻ എൻ്റെ മോളും വൈഫും വന്നതിന് ശേഷം നമ്മുടെ വീഡിയോസൊക്കെ ഇടലങ്ങ് കുറവായിരുന്നു. കാരണം ഞാൻ മെയിനായിട്ട് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന വീഡിയോസാണ് ചാനലിൽ പോസ്റ്റ് ചെയ്യാറ്. അപ്പം വൈഫും മോളും ആയതിനു ശേഷം നമ്മുടെ ബൈക്ക് യാത്രകൾ കുറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും ഇടാത്തത്. ഇപ്പം ഇടയ്ക്ക് ഞാൻ 1-2 വീഡിയോസൊക്കെ ഇട്ടായിരുന്നു. അതും നമ്മൾ എന്താ പറയുക, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാനൊരു മാസത്തിലേക്ക് ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് അങ്ങനെ വീഡിയോസ് ഇടാറില്ല. ഒരു മാസത്തിൽ 2-3 വീഡിയോസൊക്കെ ഇടാറുള്ളൂ. അപ്പോൾ ഇനിയൊരു മാസം കൂടി ഞാൻ തായ്ലാൻഡിൽ ഉണ്ടാവുള്ളൂ. ഏകദേശം 6 വർഷത്തോളം ഞാൻ തായ്ലാൻഡിൽ ഇവിടെ ജോലി ചെയ്യുന്നു. ഒരേ കമ്പനി തന്നെയാണ് 6 വർഷമായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ കുറച്ച് ജോലി സ്ഥലത്തുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം ഞാനിപ്പം നാട്ടിലോട്ട് പോകാനായി. ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വളരെ ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു ബൈക്കാണ് നമ്മുടെ ഹോണ്ട CB650R. അപ്പോൾ അത് ഇന്ന് വിൽക്കാൻ പോവാണ്. കാരണം വേറൊരു ഓപ്ഷൻ ഇല്ല, നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാനുള്ള ഓപ്ഷനൊന്നുമില്ല. വിറ്റിട്ട് പോകണം. ഇപ്പോൾ ഇവിടെയുള്ള എന്ത് അസറ്റും ഇപ്പം ഞാനിവിടെ വീട്ടിൽ വാങ്ങിച്ചു കൂട്ടി എല്ലാ സാധനങ്ങളെല്ലാം എനിക്കിവിടെ വിറ്റിട്ട് പോകണം. കാരണം നാട്ടിൽ കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ഇതൊക്കെ വണ്ടി നമുക്ക് കൊണ്ടുപോകാനുള്ള ഓപ്ഷനേ ഇല്ല. കാരണം ഭയങ്കര ടാക്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബാക്കി വീട്ടിലുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെല്ലാം വലിച്ചു കയറി കൊറിയർ ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ചാർജസ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വണ്ടി കൊണ്ടുപോകുന്ന കാര്യങ്ങളും പിന്നെ അതുപോലെ എന്തൊക്കെയാണ് പേപ്പർ വർക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബൈക്ക് ഞാൻ എടുക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് ഇന്നലെ ഫുള്ളും വൃത്തിയാക്കി വെച്ചിട്ടുള്ള. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ബൈക്ക് അവിടെ ഉണ്ട്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ നേരെ ഇവിടെ ഒരു കടയിലാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ പാസ്പോർട്ടിൻ്റെയും വർക്ക് പെർമിറ്റ്, ഇതാണ് വർക്ക് പെർമിറ്റ് തായ്ലാൻഡിൻ്റെ, ഇതാണ് തായ്ലാൻഡ് വർക്ക് പെർമിറ്റ്. അപ്പോൾ നമ്മുടെ പാസ്പോർട്ടിൽ വിസ അടിച്ച പേജും അതുപോലെ തന്നെ വർക്ക് പെർമിറ്റും പിന്നെ ഇന്നലെ ഞാൻ പോയിട്ട് എമിഗ്രേഷനിൽ നമ്മുടെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് ചെയ്തായിരുന്നു. അപ്പം ഈ 3 സർട്ടിഫിക്കറ്റും പിന്നെ നമ്മുടെ വണ്ടിയുടെ ഒറിജിനൽ കീ വേണം. അതായത് ഹോണ്ടയിൽ നിന്ന് നമുക്ക് ബിഗ് വിങ്ങിൽ നിന്ന് വരുന്ന ഈ ഒരു ഒറിജിനൽ കീ ഉണ്ട്. അപ്പോൾ ഇത് 2 എണ്ണം ഉണ്ട്, അത് 2 എണ്ണം വേണം. അപ്പോൾ ഇതൊക്കെ തിരിച്ചു കൊടുക്കണം ഇന്ന്. അവരിന്ന് വരും. ഇപ്പോൾ വണ്ടി നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവും അല്ലേ, എൻ്റെ ഡെലിവറി വീഡിയോ. അപ്പോൾ അത് നമ്മൾ 4 വർഷത്തെ ലോണായിരുന്നു ചെയ്തത്. ഇപ്പോൾ 2 വർഷത്തെ ലോൺ ഓൾറെഡി ഞാൻ അടച്ചു. ഇനി 2 വർഷത്തെ അടവ് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അവർ 2 വർഷത്തെ ലോണ് അവർ ക്ലോസ് ചെയ്തിട്ട് എനിക്ക് ഞാൻ ഡൗൺ അടച്ച പൈസൻ്റെ കുറച്ച് പെർസെൻറ്റേജ് എനിക്ക് കിട്ടും. അതായത് നഷ്ടമാണ്, പിന്നെ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എന്തായാലും നാട്ടിലോട്ട് പോയാലേ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജുകളുണ്ട്, എന്താ പറയുക, ചേട്ടാ ഇവിടെ ജോലി എന്തെങ്കിലും ശരിയായോ. ഒരുപാട് പേർക്ക് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കലുണ്ട്. മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാ ജോലിയും ഇവിടെ ചെയ്യലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറേ ജോലിക്ക് ഇവിടെ പരിമിതികളുണ്ട്. എല്ലാ ജോലിയും നമുക്ക് ഇവിടെ കിട്ടൂല. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരോടെല്ലാം ഞാൻ പറയലുണ്ട്, നിങ്ങൾ ജോബ്സ് TV അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു, ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തൊക്കെ എന്നാലേ കിട്ടുള്ളൂ. അപ്പം ഞാനിവിടെ മെയിനായിട്ട് നിർത്താൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ്. കാരണം 2 ആഴ്ച കൂടുമ്പോൾ ഡേയും 2 ആഴ്ച കൂടുമ്പോൾ നൈറ്റാണ്. അപ്പം ആ ഒരു പാറ്റേണിൽ ഞാൻ ഏകദേശം ഒരു 6 വർഷമായിട്ട് ആ ഒരു പാറ്റേണിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആകുമ്പോൾ ഭയങ്കര ഉറക്കത്തിൻ്റെ പ്രശ്നവും അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ കുറേ ആയി ജോലി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ തന്നെ നല്ലൊരു ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡിപ്ലോമയുണ്ട്. ആ ഒരു ഡിപ്ലോമ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ ജോലി കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരു എഞ്ചിനീയറിങ് പഠിക്കാത്തതിൻ്റെ വിഷമം ചില സമയത്തൊക്കെ എന്തായാലും തോന്നാറുണ്ടായിരുന്നു. എന്തായാലും ബിടെക് പഠിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ. അങ്ങനെ ചില സമയത്ത് തോന്നാറുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് ജോലികൾ അങ്ങനെ പോയായിരുന്നു, ബിടെക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ അത് പോയി. അതുകൊണ്ടിപ്പം വേറെ മാർഗ്ഗമില്ല, നാട്ടിലോട്ട് പോലായി. നാട്ടിലിപ്പം തൽക്കാലത്തേക്ക്
അമ്മയ്ക്ക് ബാംഗ്ലൂരിലൊരു ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. ഒരു മാസം കൊണ്ട് ഇത് മൊത്തത്തിൽ ക്ലിയർ ചെയ്യണം. വീട് ക്ലിയർ ചെയ്യണം, പിന്നെ വണ്ടി കൊടുക്കണം, പിന്നെ ഇവിടെയുള്ള അസറ്റ്സൊക്കെ ഫർണിച്ചർ, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ എല്ലാം വിൽക്കണം. അപ്പം ഒരു മാസം കൊണ്ട് ഇതൊക്കെ ക്ലിയർ ചെയ്യണം. അപ്പം ഇപ്പം ഞാനിപ്പോൾ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഇപ്പം പാസ്പോർട്ടിൻ്റെയും വർക്ക് പെർമിറ്റിൻ്റെ ഒക്കെ ഓരോ കോപ്പിയൊക്കെ എടുക്കണം. അപ്പം നേരെ ഒരു കടയിൽ പോയിട്ട് ഇതിൻ്റെ കോപ്പിയൊക്കെ എടുക്കണം. അവർ ഏകദേശം ഒരു 2 മണിയൊക്കെ ആകുമ്പം വരും എന്ന് പറഞ്ഞ്. ഈ ബാങ്കോക്കിലാണ് ഷോറൂം. ശരിക്കും ഞാൻ വണ്ടി അങ്ങോട്ട് കൊണ്ടുകൊടുത്താൽ മതിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണമെങ്കിൽ ടാക്സിയൊക്കെ പിടിച്ച് വരണം. അതുകൊണ്ട് അവർ വന്നിട്ട് ടോ ചെയ്ത് കൊണ്ടുപോയിക്കോളും എന്ന് പറഞ്ഞ്. വീട്ടിൽ വന്നിട്ട് അവരുടെ പേപ്പർ വർക്കെല്ലാം അവരെന്നെ ചെയ്തോളും. അപ്പോൾ ഒന്നുമില്ല, നമ്മളൊരു സെയിൽ ലെറ്ററിൽ നമ്മൾ സൈൻ ഇട്ട് കൊടുത്താൽ മതി. ബാക്കി നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ചു കൊടുത്താൽ അവർ നാളെ അവർ ബാങ്കിൽ പോയിട്ട് ലോൺ ക്ലോസ് ചെയ്യും. അവർ പൈസ കൊടുത്തിട്ട് അവർ ലോൺ ക്ലോസ് ചെയ്തിട്ട് വണ്ടി അവരുടെ പേരിലോട്ട് മാറ്റും. എന്നിട്ട് നമുക്ക് ഏകദേശം 1 മാസം എടുക്കും ലോൺ ക്ലിയർ ചെയ്യുന്നതിൻ്റെ NOC കിട്ടാൻ. അപ്പോൾ അതുകൊണ്ടാണ് വേഗം കൊടുക്കുന്നത്. ഞാൻ ഈ മെനഞ്ഞാന്ന് റിസൈൻ ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ 1 മാസം ഉണ്ട് എനിക്കിവിടെ നോട്ടീസ് പീരീഡ്. അപ്പോൾ ആ നോട്ടീസ് പീരീഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് NOC കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ അതിന് വേണ്ടിയിട്ടായിട്ട് ഞാൻ പിന്നെ ഇവിടെ തായ്ലൻഡിൽ വന്ന് പോകൊക്കെ വേണ്ടി വരും. അറിയില്ല ഇനിയിപ്പോൾ ഇൻ ഫ്യൂച്ചർ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം വൺസ് നമ്മൾ നാട്ടിൽ സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ ചാൻസേ ഉണ്ടാവില്ല. കാരണം അങ്ങനെയാണ് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇവിടുന്ന് വിട്ടുപോയ ആൾക്കാർ വീണ്ടും വരും എന്നൊക്കെ പറഞ്ഞു പോയവർ പിന്നെ വന്നിട്ടില്ല, നാട്ടിൽ തന്നെ അങ്ങ് സെറ്റിലാവും. കാരണം നമുക്കൊരു ഫാമിലിയും കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരുടെ ആ ഒരു ഇതിലങ്ങ് പോകും. ഇപ്പോൾ സമയം 11 മണിയായിട്ടുള്ളൂ. ഏകദേശം 2 മണിക്കാണ് അവർ വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ അവർ വരുമ്പോൾ അവരുടെ ടെക്നീഷ്യന്മാരുണ്ടാവും, വണ്ടി മൊത്തത്തിൽ അവർ ചെക്ക് ചെയ്യും. അപ്പം ഞാനൊരു റേറ്റ് പറഞ്ഞിട്ടുണ്ട്, അവരൊരു റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെഗോഷ്യബിളാന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ റേറ്റിന് തരണമെങ്കിൽ വണ്ടി ഫുള്ള് കണ്ടീഷൻ ആയിരിക്കണം. ഞാൻ എൻ്റെ ഇവിടെയുള്ള ഒരുപാട് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചായിരുന്നു വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെന്ന്. അപ്പം അവർക്കാർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ ബൈക്കാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്യുന്നവർ വളരെ കുറവാണ്. ഓൾമോസ്റ്റ് എല്ലാവരുടെ അടുത്ത് കാറുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെ അടുത്ത് കാറുള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരു മടി. പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ ചിലവരൊക്കെ ഇവിടെ ബൈക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് നിന്നെല്ലാം പറഞ്ഞ ഒരു പാരലലി, അതായത് വീട്ടുകാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഉപയോഗിക്കൂല, അതായത് മാർക്കറ്റിൽ പോകാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ചിലവരുടെ അടുത്തൊക്കെ സ്കൂട്ടറുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു, മീൻസ് ഇപ്പം അങ്ങനെ ഒരാൾ എടുക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ഞാൻ ഡൗൺ പേയ്മെൻറ്റ് മേടിച്ച പൈസ വാങ്ങിച്ചിട്ട് അവരോട് ലോണ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അതൊരു ഈസി ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ എനിക്കും വലിയ നഷ്ടം ഉണ്ടാവുന്നില്ല, ഈ വാങ്ങിക്കുന്ന ആൾക്കും വലിയ നഷ്ടം ഉണ്ടാവില്ല. കാരണം അവർക്ക് ലോൺ അടച്ച് പോയാൽ മതി. എന്താ പറയുക, ഏകദേശം പകുതി പൈസ ഞാൻ അടച്ചല്ലോ. അങ്ങനെ ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു. അപ്പോൾ ആർക്കും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് ടൈമില്ലല്ലോ, 1 മാസം നമുക്ക് ടൈമുള്ളൂ. ആ ഒരു ടൈം പീരീഡ് കൊണ്ട് തന്നെ ലോണും ക്ലോസ് ചെയ്യണം. പിന്നെ നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ NOC വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ നോക്കുമ്പോൾ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള യൂസ്ഡ് ബൈക്ക് എടുക്കുന്ന ഷോപ്പിനെ കോണ്ടാക്ട് ചെയ്യലാണ്. അങ്ങനെ ഞാൻ വാങ്ങിച്ച ഷോപ്പിൽ തന്നെ ചോദിച്ചു. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഷോപ്പിൽ വണ്ടി ഫുള്ളാണ്. അപ്പോൾ അവർ പറഞ്ഞ ഒരു ഓപ്ഷൻ തരാം, വണ്ടി വിറ്റ് പോയി കഴിഞ്ഞാൽ കാശ് തന്നാൽ മതിയെന്ന് വെച്ചാൽ. അപ്പോൾ എനിക്കത് കിട്ടിയിട്ട് കാര്യമില്ല. ഞാൻ ഞാൻ ഓൾറെഡി ഇവിടെ നിന്ന് ലിഫ്റ്റിൽ പോകുന്നതാണ്. അപ്പം വിസ ക്യാൻസലാവും. അപ്പോൾ അത് ക്യാൻസലായി പോയി കഴിഞ്ഞാൽ പിന്നെ ലോണിൻ്റെ പ്രശ്നം വരും. അപ്പം ഞാൻ പിന്നെ അടച്ചുകൊണ്ടിരിക്കണം ലോണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാനിങ്ങനെ ഒരു ഡി ബിഗ് ബൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് കോണ്ടാക്ട് ചെയ്തു, സമുദ് പ്രക്കാനിലുള്ള ബാങ്കോക്ക് സമുദ് പ്രക്കാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ ഓക്കെയാണ്, വണ്ടി എടുക്കാൻ ഓക്കെയാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച അത്ര പൈസ അവർ പറഞ്ഞിട്ടില്ല, എന്നാലും സ്റ്റിൽ ഓക്കെയാണ്. എനിക്ക് എന്തായാലും വണ്ടി കൊടുത്തല്ലേ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സങ്കടമാണ് എനിക്ക് എൻ്റെ വണ്ടി കൊടുക്കുന്നതിൽ. കാരണം ഇത് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നാട്ടിൽ കൊണ്ടുപോകായിരുന്നു. കാരണം അത്രയും ആഗ്രഹിച്ചിട്ട് ഞാൻ എടുത്തൊരു ബൈക്കാണ്. എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അതായത് നമ്മൾ ഡൊമിനോർ വിൽക്കുമ്പോൾ പോലെ എനിക്ക് ഇത്ര സങ്കടം ഉണ്ടായിരുന്നില്ല. അതായത് എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണ് ഡൊമിനോറിൻ്റെ കാര്യം പറയുമ്പോൾ. അതായത് നമുക്ക് തായ്ലൻഡിലെ തായ്ലൻഡ്, അതായത് മൊത്തത്തിൽ തായ്ലൻഡിൻ്റെ ഫസ്റ്റത്തെ ബജാജിൻ്റെ ഓണറും അതുപോലെ തന്നെ ഫസ്റ്റത്തെ ഡൊമിനോറിൻ്റെ ഓണറുമാണ് തായ്ലൻഡിൽ ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു ബൈക്കായിരുന്നു ഞാൻ കൊടുത്തത്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ പോലും എനിക്ക് അത്ര വലിയ സങ്കടം ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൊമിനോറിൽ ഞാൻ അത്ര യാത്രകൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ ഇവിടുന്ന് നക്കോണേക്ക് അങ്ങനെ അടുത്തുള്ള പ്രൊവിൻസുകളിൽ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു വണ്ടിയിൽ ഞാൻ ഓൾമോസ്റ്റ് തായ്ലൻഡിൽ 77 പ്രൊവിൻസുകളോളം ഉണ്ട്. അതിൽ ഏകദേശം ഒരു 57 പ്രൊവിൻസും ഞാൻ ട്രാവൽ ചെയ്തത് നമ്മുടെ CB 650R
അതുകൊണ്ട് ആ ബൈക്കായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കാരണം നമ്മൾ ഒരുപാട് യാത്രകൾ അതിൻ്റെ അകത്ത് പോയിട്ടുണ്ട്. ഞാനും രാഹുലൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്തത് ആ ഒരു ബൈക്കിലാണ്. അപ്പം അതൊക്കെ കൊണ്ട് അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ കൊണ്ടാണ് എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. ഇപ്പം വൈഫൊക്കെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, കളിയാക്കി പറയുന്നുണ്ടായിരുന്നു, എന്താ പറയുക, ഇത്ര സങ്കടം ഉണ്ടെങ്കിൽ നിർത്തി പോകണം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എൻ്റെ ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. പിന്നെ ഇപ്പം എന്തായാലും പോയാലേ പറ്റും. എന്തായാലും നമുക്ക് ലോങ് ടേം ആയിട്ട് തായ്ലൻഡിൽ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അതായത് നമുക്ക് PR അങ്ങനത്തെ ഓപ്ഷനൊന്നും ഇല്ല. നമുക്ക് എന്താ പറയുക, ബാക്കിയുള്ള രാജ്യങ്ങളിൽ പോലെ നമുക്കിവിടെ ലോങ് ടേം ആയിട്ട് നിൽക്കാനും പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരു കാലത്ത് നമ്മൾ നാട്ടിലോട്ട് പോയേ പറ്റുള്ളൂ. അപ്പം എന്തായാലും പോകുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ വൈഫ് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് നാട്ടിൽ പോയാൽ ഇതേ ബൈക്ക് മേടിച്ചൂടെ. എനിക്ക് തോന്നുന്നില്ല, എനിക്കൊരു 80% ഉറപ്പില്ല. കാരണം നമുക്കൊരു ഇതേപോലൊരു ബൈക്ക് നാട്ടിൽ വാങ്ങിക്കാൻ പറ്റുമെന്ന്. കാരണം ഞാനിവിടെ വെറും 2 ലക്ഷം ബാത്തിനാണ് ഈ ഒരു ബൈക്ക് ഇവിടെ വാങ്ങിച്ചത്. ഞാൻ വാങ്ങിക്കുമ്പം വെറും 1000 കിലോമീറ്റർ പോലെ ഓടിയിട്ടുണ്ടായിരുന്നില്ല. പുതിയ വണ്ടിയായിരുന്നു. കോവിഡ് കാലത്ത് ഇതിൻ്റെ ഓണർ വാങ്ങിയിട്ട് വെറും 800 കിലോമീറ്റർ ആയിട്ട് ഓടിയിട്ട് വിറ്റ വണ്ടിയായിരുന്നു. ആ സമയത്ത് മൊത്തത്തിൽ എല്ലാവരും നെരുങ്ങിയ കാലത്ത് അയാൾ വിറ്റ വണ്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് കിലോമീറ്റർ ഓടിയൊരു നല്ലൊരു വണ്ടി തന്നെ കിട്ടിയായിരുന്നു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ലക്ഷം ഭാഗത്തുള്ള ഇവിടുത്തെ 2 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4.5 ലക്ഷം 5 ലക്ഷത്തിൻ്റെ അടുത്തേ ആവുന്നുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഞാനിപ്പം റേറ്റൊക്കെ നോക്കുമ്പോൾ CBR CB 650R ഒരു 650cc ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു 10 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെയാണ് യൂസ്ഡ് ബൈക്കിന് വില വരുന്നത്. പുതിയ ബൈക്കിനും എനിക്ക് തോന്നുന്നു ഏകദേശം 11 ലക്ഷം 12 ലക്ഷം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്രയും കാശൊക്കെ കൊടുത്ത് നമ്മൾ നാട്ടിൽ എന്തായാലും ഒരു ബൈക്ക് മേടിക്കാൻ പോകുന്നില്ല. അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഇനിയും ഇതുപോലൊരു ബൈക്ക് ചിലപ്പോൾ നമുക്ക് ഓടിക്കാൻ അവസരം കിട്ടണമെന്നില്ല. ഇവിടെയാണെങ്കിൽ ഭയങ്കര ഓപ്പണാണ്. നമുക്ക് ഏത് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഏത് ബൈക്ക് വേണമെങ്കിലും നമുക്ക് ഓടിക്കാൻ പറ്റും. ഞാൻ ഒരു ഇത് പൊങ്ങച്ചം പോലെ പറയുന്നില്ല. കാരണം എനിക്ക് ഈ ഒരു 6 വർഷത്തെ ഇവിടുത്തെ ഒരു ജേർണിയിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ഷോറൂമിലൊക്കെ ഞാൻ പോയിട്ട് ഒരുപാട് ബൈക്കുകൾ ഓടിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ഒരുപാട് വണ്ടികൾ ഞാനിവിടെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗ്യമൊന്നും നമുക്കിനി നമ്മുടെ നാട്ടിൽ പോയാൽ കിട്ടണമെന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരുപാട് സങ്കടമുണ്ട്. കാരണം മെയിനായിട്ട് നമുക്ക് ഈ ഒരു ബൈക്കിംഗ് കൾച്ചർ നാട്ടിൽ പോയി കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല. കാരണം എനിക്കറിയാം നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയുന്നൊക്കെ, എൻ്റെ ഇവൻ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഈ റോയൽ എൻഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പിള്ളേരെല്ലാം പറയുന്നൊക്കെ, അതായത് ചില ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ തൊടാൻ പോലും വിടില്ല. വണ്ടി തൊടാനോ ഒരു ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ അത്രയും വലിയ ഇൻഫ്ലുവൻസർ ആയിരിക്കണം നമുക്കൊരു വണ്ടി ടെസ്റ്റ് ഡ്രൈവിനൊക്കെ തരണമെങ്കിൽ. നല്ലൊരു പ്രീമിയം ബൈക്കാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് എന്താ പറയുക, നമ്മുടെ SR 1000 പിന്നെ എന്താ പറയുക നമ്മുടെ BMW GS 1300 ഒക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ ബൈക്കൊക്കെ ഈസി ആയിട്ട് നമ്മൾ ഓടിക്കാൻ ഈസിയാണ്. ഇവിടെ ഏതെങ്കിലും ഷോറൂമിൽ പോയിട്ട് വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി, അതായത് നമുക്കൊന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അവർ വണ്ടി തരും. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനി നല്ലൊരു ബൈക്കൊക്കെ വാങ്ങിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നാട്ടിൽ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ അവർ ഒരു 2 മണിയാകുമ്പോൾ വരും. അപ്പം വണ്ടി അവർ കൊണ്ടുപോകും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അന്നേരം കാണിച്ചുതരാം. ഇന്നലെ ഏകദേശം നല്ല ലേറ്റ് ആയിരുന്നു വണ്ടി കൊണ്ടുപോകാനൊക്കെ. അപ്പോൾ അവർ ശരിക്കും വണ്ടീൻ്റെ ഏജൻറ്റും അപ്പം ആ ഒരു ബാങ്കിൻ്റെ ആളൊക്കെ ഒരു ഉച്ചയായപ്പോൾ എനിക്കൊന്ന് ഇവിടുത്തെ ഒരു 3 മണി 4 മണിയായപ്പോൾ വന്നായിരുന്നു. പക്ഷേ നമ്മളൊരു 2 മണിക്ക് അവർ വരാമെന്ന് പറഞ്ഞു. ഇപ്പം നല്ല മഴയാണ് ഇപ്പോൾ തായ്ലാൻഡിൽ. അപ്പോൾ അവർ ബാങ്കോക്കിൽ നിന്ന് വരുന്നതുകൊണ്ട് അത്യാവശ്യം മഴയൊക്കെ ആയതുകൊണ്ട് ട്രാഫിക്കൊക്കെ പോയിട്ട് ഏകദേശം ഒരു 4 മണി ആവാറായപ്പോഴാണ് എത്തിയത്. വണ്ടി ഫുൾ അവർ ചെക്ക് ചെയ്തു. എന്നിട്ട് വണ്ടി ഒന്ന് അവർ ഫുൾ ഓടിച്ച് നോക്കി. പിന്നെ അതിൻ്റെ ഇപ്പോൾ ഒരു ടെക്നീഷ്യനെയും കൊണ്ടാണ് വന്നത്. അപ്പോൾ അവരതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ ലോൺ ക്ലോസ് ചെയ്തു. നമ്മൾ അടക്കാനുള്ള പെൻഡിങ് ക്യാഷ് ആദ്യം അവർ ക്ലോസ് ചെയ്തു. അപ്പോൾ ഏകദേശം 1 ലക്ഷത്തി സംതിങ് എനിക്ക് അടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലോസ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എമൗണ്ടായിട്ട് ഞങ്ങൾ കുറച്ചൊന്ന് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്തു. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാശ് എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെയിൽ ലെറ്ററൊക്കെ എഴുതി. അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നാട്ടിൽ ഞാനിങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ എന്തായാലും കൊണ്ടുപോയേനെ. അപ്പോൾ അങ്ങനെ വണ്ടി അവർ റാപ്പൊക്കെ ചെയ്തു. കുറച്ച് മഴയൊക്കെ പെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവർ വണ്ടി കൊണ്ടുപോയി. ഇപ്പം ഫുള്ള് ക്ലിയർ ചെയ്തിട്ടാണ് കൊണ്ടുപോയി. കാരണം നമുക്ക് അതിൻ്റെ പ്രൂഫൊക്കെ തന്നവർ, അതായത് നമ്മൾ സെയിൽ ലെറ്റർ കൊടുത്തതിൻ്റെ പ്രൂഫും അതുപോലെ തന്നെ ബാങ്ക് ലോൺ ക്ലോസ് ചെയ്തതിൻ്റെ പ്രൂഫും. എന്തായാലും ഞാൻ നാട്ടിൽ ചെന്നിട്ട് നമ്മുടെ മോട്ടോ വ്ളോഗെല്ലാം ചെയ്യുന്നതായിരിക്കും. എന്തായാലും അറിയില്ല, ഇനിയിപ്പം വേറെ നല്ലൊരു ജോലി കിട്ടിയാൽ ചിലപ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. അറിയില്ല എന്തായിരിക്കും നടക്കാൻ പോകുന്നത് അറിയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും.